ഒരു കയ്യിലൊരു ഉറുമ്പ് വന്ന് കടിച്ചാൽ അതൊന്ന് എടുത്ത് കളയാൻ പോലും പറ്റാത്ത മനുഷ്യനാണ്. അതിലെ ഓരോ മനുഷ്യന്മാരും എന്നെ കാണിച്ചു തന്നു, നീ ഒരു വേസ്റ്റ് അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടമായി പോയി കഴിയുമ്പോൾ ആണ് അവൻ അറിയുന്നത് ജീവിതം എന്ന് പറയുന്നത് എത്രമാത്രം ഭംഗിയുള്ളതാണ്. ഞാൻ 6:30 എൻ്റെ ടോയ്ലറ്റിലേക്ക് കയറണമെങ്കിൽ എൻ്റെ അമ്മ 5 മണിയാകുമ്പോൾ എഴുന്നേക്കണം. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ചേർത്തലയിൽ വെച്ചിട്ട് എൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് ഒരു ടിപ്പർ വന്ന് കയറുകയാണ്. ഇതേപോലെ മുകളിലേക്ക് നോക്കി, കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി ഇങ്ങനെ കഴിച്ചു കൂട്ടിയത് 4 വർഷമാണ്. എന്നെ ഏറ്റവും അധികം ബാധിച്ചത് എൻ്റെ നെഞ്ചിനേറ്റ മുറിവായിരുന്നു. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ ജീവിതത്തിൽ ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ആദ്യമായിട്ടാണ് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഒരു വ്യക്തി, ഒരു മനുഷ്യൻ മൈക്കായിട്ട് മാറുന്ന അനുഭവം ഉണ്ടായത്. അതൊരു മൈക്ക് സ്റ്റാൻഡായിട്ട് മാറുന്ന അനുഭവം ഉണ്ടായത്. താങ്ക് യു. ശരിക്കും ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്ന വിഷയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് സന്തോഷമാണ്. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ തിരിച്ചറിയാൻ, അനുഭവിക്കാൻ ഒക്കെ കഴിയണമെങ്കിൽ ആരെങ്കിലും ഒരാൾ അവന് കൂട്ടായി, അവന് വേണ്ടി, അവനെ കാത്ത് ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ട് ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ മൈക്ക് സ്റ്റാൻഡായിട്ട് മറ്റൊരു ജീവൻ കൂടെ ഉണ്ടാകുന്നു എന്നത് തന്നെ ഒരു കാവ്യനീതിയായിട്ട് എനിക്ക് തോന്നുകയാണ്. താങ്ക് യു, താങ്ക് യു. വയലാറിൻ്റെ ഒരു വരിയുണ്ട്, ചന്ദ്രഹർഭം ചാത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തുവർ കുഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൻ്റെ കുഴിഞ്ഞു പോകലുകളുണ്ട്. ജീവിതം തീർന്നു പോകുന്നു എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടമായി പോയി കഴിയുമ്പോൾ ആണ് അവൻ അറിയുന്നത് ജീവിതം എന്ന് പറയുന്നത് എത്രമാത്രം ഭംഗിയുള്ളതാണ്. അതിൽ നിന്ന് പോയത് എത്രമാത്രം സുന്ദരമാണ് എന്ന്. വയലാർ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗ്യാസ് ICUവിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പരിചരിച്ച ഡോക്ടറോട് അവസാനമായി പറഞ്ഞത്, സാർ, എനിക്ക് വേണ്ടി എൻ്റെ ചന്ദ്രഗർഭം കുരുതീരം വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ എന്ന് പറയുന്ന ഭാഗം ഒന്ന് പാടിത്തരുമോ എന്നായിരുന്നു. കാരണം ഒരു മനുഷ്യരും അത്രമേൽ കൊതിയാണ് അവൻ്റെ ജീവിതത്തോട്, ജീവനോട്. ആ ജീവിതത്തെ, ആ ജീവനെ ഉറപ്പിച്ച് നിർത്തുന്നത് എപ്പോഴും എന്നെ, നിങ്ങളെ ഒക്കെ ഉറപ്പിച്ച് നിർത്തുന്നത് ആരൊക്കെയാണ് അല്ലേ? ഒരു കഥയുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ഒരു കടൽയാത്രയ്ക്കിടയിൽ കാറ്റിലും മഴയിലും ഒക്കെ പെട്ട് കപ്പൽ വന്നാലും ഇങ്ങനെ ഉടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കപ്പലുണ്ടായിരുന്നവരൊക്കെ പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കുട്ടി അവൻ്റെ കട്ടലിൽ
സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പം അവരുടെ സുഖമെന്ന ഉറക്കം കണ്ടിട്ട് പരിഭ്രമിച്ച് ഓടിക്കൊണ്ടിരുന്ന ഒരാൾ വന്നിട്ട് ആ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, എന്തൊക്കെ ഈ പുറത്തെ മഴയും കാറ്റും ഒന്നും അറിയുന്നുണ്ടേ, എനിക്ക് പേടിയാകുന്നുണ്ടേ എന്ന്. കണ്ണൊക്കെ ഒന്ന് തിരുമ്പിയിട്ട് അവർ എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, എൻ്റെ അച്ഛൻ മുഖത്തുണ്ടോ? അദ്ദേഹം ഉത്തരം കൊടുത്തു. അപ്പോൾ വീണ്ടും അതേപോലെ കിടന്നുറങ്ങാം. മഴ മാറി, കൊടുങ്കാറ്റ് ഒതുങ്ങി, കപ്പൽ തീരത്തറിഞ്ഞു. ആ കപ്പലിൻ്റെ കപ്പിത്താൻ എന്ന് പറയുന്നത്, കപ്പലിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ അച്ഛനാണ്. അവനതാണ് ചോദിച്ചത്, എൻ്റെ അച്ഛൻ മുകളിലുണ്ടോ? അവനറിയാം അവൻ്റെ അച്ഛൻ മുകളിലുണ്ട് എങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ ഒരു രോമകൂപത്തിന് പോലും ഒരു പ്രശ്നമെത്താതെ അത്ര സേഫായിട്ട് അവൻ്റെ ഇവിടെ എത്തുമെന്ന്. ഇന്നിവിടെ എന്നെ കേൾക്കാൻ വന്നിരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങളുടെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിലൊരു അമ്മയുണ്ടാവും നിങ്ങളെ ഭക്ഷണം പൊതിഞ്ഞ് തരാൻ, ഒന്ന് വൈകുമ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കാൻ. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു മകനുണ്ടാവും, ഒരു ഭർത്താവുണ്ടാകും, സഹോദരങ്ങളുണ്ടാവും, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ശരി, അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കൊക്കെ ഒന്ന് ചിരിക്കാൻ പറ്റുന്നത്, അല്ലേ? ഞാനിവിടെ 3 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. ഒരു 10:30 ആയപ്പോൾ ഞാൻ ഇവിടെ എത്തി. 7:30 ആയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. 7:30-ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഞാൻ 6:30 ആകുമ്പോൾ എഴുന്നേൽക്കണം. ഞാൻ 6:30 ആകുമ്പോൾ എൻ്റെ ടോയ്ലറ്റിലേക്ക് കയറണമെങ്കിൽ എൻ്റെ അമ്മ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. അങ്ങനെ ഒരു അമ്മ അവിടെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നത്. ഞാനൊരു സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം ബാധിച്ച മനുഷ്യനാണ്. SMA type 2 രോഗാവസ്ഥയുള്ളവനാണ്. ഞാൻ ജനിച്ച് 9ാമത്തെ മാസത്തിലാണ് എനിക്ക് എൻ്റെ ഒരു കണ്ടീഷൻ ഡോക്ടേഴ്സ് തിരിച്ചറിയുന്നത്. അപ്പം ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ ഡോക്ടർമാരൊക്കെ പറഞ്ഞത് ഞാൻ ജനിച്ചൊരു 19 വയസ്സാകുന്ന സമയത്ത് ഞാൻ മരിച്ചു പോകുമെന്നാണ്. ഞാൻ ജനിച്ചു, ഞാൻ വളർന്നു, എന്നോടൊപ്പം എൻ്റെ രോഗവും വളർന്നു. ഞാൻ ജനിച്ചൊരു 6ാമത്തെ വയസ്സായ സമയത്ത് എൻ്റെ വീട്ടിലേക്കൊരു പുതിയ അതിഥിയും കൂടി വന്നു, എൻ്റെ അനുജത്തി ദേവിക. എൻ്റെ അനുജത്തി ഉണ്ടായി ഒരു 9 മാസം, ഒരു വയസ്സായ സമയത്ത് എൻ്റെ ഡോക്ടർമാർ പറയുകയാണ്, എൻ്റെ ശരീരത്തെ ബാധിച്ച അതേ രോഗാവസ്ഥ തന്നെയാണ് എൻ്റെ അനുജത്തിക്കും എന്ന്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ തകർന്നു പോയിട്ടുണ്ടാവും. കാരണം നമ്മുടെ ഫാമിലിയിലെ ആദ്യത്തെ കുട്ടികളാണ് ഞാനും എൻ്റെ അനുജത്തിയും. അവർ കരയുന്നത് ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടുണ്ടാകും. ഞങ്ങളെ സ്വപ്നം കാണാനാണ് അവർ പഠിപ്പിച്ചത്. സ്കൂളിൽ ചെന്ന സമയത്ത് അന്ന് ഇന്നത്തെ കൂട്ടുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം അന്നത്തെ അവിടുത്തെ പ്രഥമാധ്യാപകൻ പറഞ്ഞത് ഇത്ര ദിവസത്തെ ഹാജർ വേണം, ഇത്ര ദിവസം സ്കൂളിൽ വരണം എന്നൊക്കെയാണ്. ഈ ഒരു ശാരീരിക അവസ്ഥയിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ തിരിച്ച് വന്നിട്ട് എൻ്റെ അമ്മയോട് പറയുന്നത്, നമ്മളെക്കാൾ നല്ല അധ്യാപകരെ നമ്മുടെ മക്കൾക്ക് കിട്ടുന്നതെന്നാണ്. അങ്ങനെ
ഞങ്ങൾക്ക് ഹോം ട്യൂഷനാണ് തന്നത്. ഇന്നിവിടെ ഈ ആൾക്കൂട്ടത്തിൽ എനിക്ക് എൻ്റെ അച്ഛത്തേക്ക് അക്ഷരങ്ങൾ പകർന്നു തന്ന ഞങ്ങളുടെ ഗുരു ഇരിപ്പുണ്ട്, ഞങ്ങളുടെ ടീച്ചർ ഇരിപ്പുണ്ട്. ഏത് ടോക്കിന് ശേഷം ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം ഈ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം വളരെ മോശം ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ പരീക്ഷ വളരെ കാണാതെ പരീക്ഷ തന്നു, ഇന്നും വളരെ മോശമാണ്. പക്ഷേ അച്ഛൻ കാണിച്ചു തന്ന കാഴ്ചകളുണ്ട്, അച്ഛൻ്റെ സൗഹൃദങ്ങളുണ്ട്. അച്ഛൻ വളരെ നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ്. എൻ്റെ അച്ഛനാണ് ഇത്തരം വേദികളിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്, എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. പുസ്തകങ്ങളുടെ, അക്ഷരങ്ങളുടെ, സൗഹൃദങ്ങളുടെ ലോകത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ എൻ്റെ അനുജത്തി ഒരു ബേർഡ് വാച്ചറായിരുന്നു, പക്ഷി നിരീക്ഷകയായിരുന്നു. എൻ്റെ അമ്മ എടുത്തിട്ടാണ് എൻ്റെ അനുജത്തിയെ ഓരോ കാഴ്ചകളിലോട്ടും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അനുജത്തി ഒരു പുസ്തകം എഴുതി, DC ബുക്സ് ആ ബുക്ക് പബ്ലിഷ് ചെയ്തു. ആ പുസ്തകം പബ്ലിഷ് ആകുന്നതിന് ഒരു മാസം മുൻപ് ഞങ്ങൾ ഗുരുവായൂർക്ക് പോവുകയാണ്. ഗുരുവായൂർ പോയി ഗുരുവായൂർ കണ്ണനെ കണ്ടു. എൻ്റെ അനുജത്തിൽ നന്നായിട്ട് പടം വരയ്ക്കുന്ന ഒരാളാണേ, നല്ല ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കും. ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോയൊക്കെ വരച്ച് അവിടെ കൊണ്ട് കൊടുത്ത് അയാളുടെ ഏറ്റവും വലിയ സ്വപ്നമായ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ചേർത്തലയിൽ വെച്ചിട്ട് എൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് ഒരു ടിപ്പർ വന്ന് കയറുകയാണ്. എൻ്റെ കാറ് ഒരു ആക്സിഡൻ്റ് ആവുകയാണ്. 2012 ജൂൺ 14 രാവിലെ എൻ്റെ അച്ഛൻ ഈ ലോകത്ത് നിന്ന് പോയി. 2014 ജൂൺ 14 വൈകിട്ട് 4:10 എൻ്റെ അനുജത്തെ ഞങ്ങൾ വിട്ടുപോയി. എനിക്ക് ഒരു 6 ഒടിവുകളുണ്ടായിരുന്നു എൻ്റെ ശരീരത്തിൽ. ഇടത് കൈക്ക് 2 ഒടിവ്, ഇടത് കാലിന് 2 ഒടിവ്, വലത് കാലിന് 2. ശരീരത്തിന് ഉണ്ടായ മുറിവുകളേക്കാൾ എന്നെ ഏറ്റവും അധികം ബാധിച്ചത് എൻ്റെ നെഞ്ചിനേറ്റ മുറിവായിരുന്നു. ജീവിതത്തിൻ്റെ പ്രകാശമായി കണ്ടിരുന്ന 2 മനുഷ്യന്മാർ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കണ്ടിരുന്ന 2 മനുഷ്യന്മാർ ഇന്ന് ചുറ്റും ഇരുട്ട് കയറുന്ന അവസ്ഥയായിരുന്നു. മുമ്പിലേക്ക് ഇറങ്ങുന്നത് പടുകുഴിയിലേക്കാണോ, ഇനി എന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. എൻ്റെ അമ്മ അന്നൊക്കെ ദിവസം കൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. പല രാത്രികളിലും അമ്മ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഉറക്കം നിലവിളിക്കുന്നുണ്ട്. പതിയെ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മളിങ്ങനെ പൊരുത്തപ്പെട്ടു വരികയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അനുജത്തെയും എൻ്റെ വിട്ടുപോയി ആദ്യത്തെ 1 വർഷം ഞാൻ എൻ്റെ മുറിക്ക് പുറത്തു പോലും ഇറങ്ങിയിട്ടില്ല. പതിയെ നമ്മൾ ആ വേദനകളോട് പൊരുത്തപ്പെട്ട് ഓക്കെ, ഇനി എൻ്റെ ജീവിതം ഈ 4 ചുവടുകൾക്കുള്ളിൽ മതി എന്ന് തീരുമാനിച്ച് ഇതേപോലെ മുകളിലേക്ക് നോക്കി, കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി ഇങ്ങനെ കഴിച്ചു കൂട്ടിയത് 4 വർഷമാണ്. ഒരു ഡിപ്രഷൻ്റെയൊക്കെ ഒരു ഏറ്റവും ഭീകരമായ അവസ്ഥയിലൂടെയായിരുന്നു ഞാനിങ്ങനെ കടന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു പക്ഷേ എൻ്റെ കൈ ഒന്ന് ചലിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നു. സീരിയസ്ലി ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ
എൻ്റെ പൊതിഞ്ഞു നിന്ന കുറേ മനുഷ്യന്മാരുണ്ട്. എത്രയോ പേര് നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കത്തന്ന എന്ന് പറഞ്ഞ് നിന്ന് ചേർത്ത് പിരിച്ച് കൂടെ നിന്ന മനുഷ്യന്മാർ, എൻ്റെ മനുഷ്യന്മാർ. അങ്ങനെ 2017 ജാനുവരിയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. കോഴിക്കോട് നിന്നാണ്. പ്രജിത്ത് എന്ന് പറയുന്ന ചേട്ടനാണ്. കൃഷ്ണമാണോ? ഞാൻ പ്രജിത്താണ്. നമ്മൾ ഞാനൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ പോവുകയാണ്. മസ്കുലർ ഡിസ്ട്രോഫി SMA ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളത്. നീ കൂടി അതിൻ്റെ ഭാഗമാകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചത്, ചേട്ടാ ഒരു കയ്യിലൊരു ഉറുമ്പ് വന്ന് കടിച്ചാൽ അതൊന്ന് എടുത്ത് കളയാൻ പോലും പറ്റാത്ത മനുഷ്യനാണ് ഞാൻ. നിങ്ങളോടൊപ്പം നിന്നിട്ട് നിങ്ങൾക്ക് ബാധ്യതകളുണ്ടാതെ എന്നുണ്ടാവാണ് എന്നെ ഞങ്ങൾ വിട്ടേരെ. അയാളൊന്ന് ചിരിക്കുക ചെയ്തോളൂ. അയാൾ അങ്ങനെ അധികം അങ്ങനെ ഒരുപാട് സൂപ്പറാ, നീ പുളിയാ, നീ മാസ അങ്ങനെ ഒന്നും പറയുന്ന ഒരാളല്ല. ഒന്ന് ചിരിച്ചിട്ട് നമുക്ക് സംസാരിക്കാതെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എന്നിട്ട് 17 മെയ് 1 മൈൻഡ് എന്ന് പറയുന്ന മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ രൂപീകരിക്കുകയാണ്. പതിയെ അതിലെ ഓരോ മനുഷ്യന്മാരും എന്നെ കാണിച്ചു തന്നു, നീ ഒരു വേസ്റ്റ് അല്ല, നീ ഒരു വെജിറ്റബിൾ അല്ല. സോറി, ഇവിടെ വെജിറ്റേറിയൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നീ ഒരു വെജിറ്റബിൾ അല്ല, നീ ഒരു അസറ്റാണ് എന്ന് കാണിച്ചു തന്നു. അവരെ അനുഭവിപ്പിച്ചു തന്നു എനിക്ക്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനൊരു യൂട്ടേൺ എടുക്കുന്നത് പോലെയാണ് ഞാൻ അവരെ കണ്ടത്. ഒരു കഴിഞ്ഞു പോയി എന്ന് തുടങ്ങിയ ഒന്ന്, അവസാനിച്ചു എന്ന് തുടങ്ങിയ ഒന്ന്, അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുന്നതാണ് ഞാൻ കണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ഫുൾ സ്റ്റോപ്പുകൾ ഇടേണ്ടി വന്നേക്കാം. ആ ഫുൾ സ്റ്റോപ്പുകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ആണ് നമ്മൾ അറിയുന്നത്. ആ ഫുൾ സ്റ്റോപ്പുകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴാണ് ലോകം നമ്മളെ നോക്കി വിളിച്ചു പറയുന്നത്, യു ആർ എ ചാമ്പ്യൻ എന്ന്. ഇന്ന് ഇവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കുറേ ടാഗ്ലൈനുകൾ പറഞ്ഞു, യു ടേക്കൻ കെവിൻ കെയർ എക്സെട്ര എക്സെട്ര. അതൊക്കെ ഇവിടെ സമൂഹത്തിൽ ഏറ്റവും പുറകെ നിൽക്കുന്ന ഡിസേബിൾഡായ കുറേ മനുഷ്യന്മാരുടെ സ്നേഹത്തിൽ നിന്ന്, അവർ തന്ന ബോധ്യത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ്. അതൊന്നും എൻ്റേതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറെ തിരിച്ചറിവുകളുണ്ടാകും. ആ തിരിച്ചറിവുകളിലേക്ക് നമ്മുടെ കൈ പിടിക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ്, എൻ്റെ ജീവിതത്തിലെ ഒരു നേട്ടത്തിലും ഞാൻ അവകാശി. എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്, ബോധ്യപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഒപ്പം നിന്നിട്ടുള്ള എൻ്റെ മനുഷ്യന്മാരുടെ പ്രകാശത്തിൽ നിന്നുമാണ്. മൈൻഡിലെ ഓരോരുത്തരും കാണിച്ചു തന്ന കാഴ്ചയിൽ നിന്ന് ഞാൻ പഠിച്ച കുറേ പാഠങ്ങളും ബോധ്യങ്ങളും ആണ് ഇന്ന് എന്നെ കേരളത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു കൾച്ചറൽ ഫെസ്റ്റിൽ ഒരു സ്പീക്കറായിട്ട് വരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഒരു എഴുത്തുകാരൻ്റെ കഥയുണ്ട്. ഈ എഴുത്തുകാർക്ക് ഈ കുറച്ച് മാറി ഒറ്റയ്ക്ക് നിന്നാലേ എഴുത്ത് വരുമെന്നല്ലേ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കഥ എഴുതാൻ വേണ്ടിയിട്ട്
ഒരു ഗ്രാമത്തിലേക്ക് അദ്ദേഹം വരികയാണ്. ഒരു ഇന്ന പ്രദേശം, ഒരു ആകപ്പാടെ 2 വീടാണ് വന്നത്. അതിലൊന്നിലേക്ക് അദ്ദേഹം താമസത്തിന് വേണ്ടി കയറി. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ ഒരു റാന്തൽ കത്തിച്ചു അദ്ദേഹം. അപ്പോൾ റാന്തൽ കത്തിച്ച് വയ്ക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു മുത്തശ്ശി ഇങ്ങനെ പുറത്ത് വന്നിട്ട് നോക്കുന്നത് കാണും. എഴുത്തൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അദ്ദേഹം അതിന് തിരിച്ച് പോവുക. യാത്ര പറയാൻ ആരുമില്ല. അകപ്പാടുള്ളത് പേരറിയാത്ത ആ വൃദ്ധയായ സ്ത്രീ മാത്രമാണ്. അവസാന ദിവസം അദ്ദേഹം ആ മുമ്പിലോട്ട് പോയിട്ട് പറയാണ്, ഞാനിവിടെ നിന്ന് പോവാണ്, എൻ്റെ എഴുത്തൊക്കെ കഴിഞ്ഞു, ഞാനിവിടേക്ക് തിരിച്ചു വരുന്ന. ആ പ്രായമായ സ്ത്രീ പറയുന്ന ഒരു മറുപടി ഉണ്ട്. സാർ, നിങ്ങളിവിടെ നിന്ന് പോയി കഴിയുമെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആ ഉമ്മറത്ത് ആ റാന്തൽ കുറിച്ച് വയ്ക്കാൻ ആരെങ്കിലും ഒന്ന് ഏർപ്പെടുത്തണം. ഇത്രയും ദിവസം എന്നോടൊപ്പം ആരോ ഒരാളുണ്ട് എന്നൊരു ഉറപ്പായിരുന്നു നിങ്ങളുടെ ആ വിറക്ക് കത്തിക്കുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത്. നാളെ മുതൽ ഞാൻ ഒറ്റയ്ക്കാണ് ചിന്തിക്കാൻ വയസ്സത് എന്ന്. നിറഞ്ഞ കണ്ണുകളോടെയാണ് ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നിങ്ങളുടെ തൊട്ടപ്പുറത്തെ ബെഞ്ചിൽ, തൊട്ടപ്പുറത്തെ മുറിയിൽ, അടുത്ത വീട്ടിൽ ഒക്കെ ഇരുട്ടിലായിപ്പോയ കുറേ മനുഷ്യന്മാരുണ്ട്. നമ്മുടെ നെഞ്ചിൻ്റെ വാതായനം ഒന്ന് തുറന്നിട്ടിട്ട് ആ നെഞ്ചുകൂടിൻ്റെ അകത്ത് നിന്ന് വരുന്ന റാന്തൽ വെളിച്ചം അവരിലേക്ക് ഒന്ന് കയറ്റി വെച്ചാൽ അവർക്ക് കാണാം തങ്ങളുടെ ജീവിതമെന്ന സൗന്ദര്യത്തെ ആ പ്രകാശത്തിൽ. നമ്മളിതൊന്നും അങ്ങനെ അടച്ചുപൂട്ടി വെക്കേണ്ടതെന്നേ, ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് മുറുക്കി പിടിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. എല്ലാവരും ഒന്ന് കൈ പൊക്കുമോ? കൈ ഒന്ന് നിവർത്തി പിടിക്കുമോ? എല്ലാവരും ഓക്കെ 5 വെച്ച് 10 വരുന്നുണ്ട്. എന്നെ താത്തോശോ 10 വരുന്നുണ്ട് നമുക്ക് അല്ലേ? നമ്മുടെ കൈയുടെ വിരവുകൾക്കിടയിൽ വിടവുണ്ട്. എൻ്റെ സുഹൃത്തുണ്ട്, റൈസ് എന്നാണ് പേര്. അവൻ്റെ ഉമ്മയ്ക്ക് 8ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. ആ ഉമ്മ പറയുന്ന ഒരു ഗംഭീര ഫിലോസഫി ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഏറ്റവും വലിയ ഫിലോസഫിയാണ്. ഉമ്മ പറയുന്നത് ഇങ്ങനെ: മനുഷ്യന്മാരുടെ കൈയുടെ വിരലുകൾക്കിടയിലേക്ക് പടച്ചവൻ വിടവ് കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവരുടെ കൈവിരലുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച് ഓടിപ്പോകുന്ന സമയത്ത് ഒന്നവിടെ നിന്നിട്ട് ഒന്ന് തിരിഞ്ഞ് നോക്കിയാലുണ്ടല്ലോ, നമ്മൾ നോക്കി നിൽക്കുന്ന കുറേ കണ്ണുകളെ കാണാൻ പറ്റും. നമ്മുടെ നേരെ കൈവിരൽ നീട്ടിരിക്കുന്ന കുറേ മനുഷ്യന്മാരെ കാണാൻ പറ്റും. അവരുടെ കൈവിരലുകളിൽ ഒന്ന് തൊട്ടിട്ട് അവരുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിയിട്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എന്തെന്ന് പറയാൻ സാധിച്ചാൽ നമുക്ക് നമ്മളെ വിളിക്കാം ഞാൻ മനുഷ്യനാണ് എന്ന്. നമുക്ക് നമ്മളോട് പറയാം ഞാൻ മനുഷ്യനാണ് എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ,
ഓരോരുത്തരിലേക്കും അനുഭവിപ്പിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കുറേ ആളുകൾ എന്നെ അനുഭവിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നിരുന്ന് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്. ശരീരത്തിന് എനിക്ക് ആകപ്പാടെ ചലിപ്പിക്കാൻ കഴിയുന്നത് എൻ്റെ 2 കണ്ണുകൾ മാത്രമാണ്, പിന്നെ എൻ്റെ നാക്കും. ഈ വീൽ ചെയറിൻ്റെ ജോയ്സ്റ്റിക്ക് പോലും ഏറ്റവും എളുപ്പത്തിൽ ചലിപ്പിക്കാൻ പറ്റുന്ന ഈ ജോയ്സ്റ്റിക്ക് പോലും എൻ്റെ വിരൽ കൊണ്ട് അനക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നു എങ്കിൽ അതിന് കാരണം ഒരു സുഹേലും ഒരു റാഫിയും ഒരു അമ്മീനും ഒരു ദയയും ഒരു ജിജാസും ഒരു കാർത്തിക്കും ഒരു കാളിദാസും അങ്ങനെ കുറേ മനുഷ്യന്മാരെ പ്രകാശിച്ചൊരിഞ്ഞ് എന്നോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ്. എനിക്ക് സാധിക്കുമെങ്കിൽ ഈ ലോകത്തുള്ള ഓരോ മനുഷ്യന്മാർക്കും അത് സാധിക്കണമെങ്കിൽ നിങ്ങളാകുന്ന വൃക്ഷം അവരിലേക്ക് ഒന്ന് പകർന്നു കൊടുത്താൽ മതി. അവർ അറിയട്ടെ ഈ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ. താങ്ക് യു. പ്രിയപ്പെട്ട സുഹൃത്തെ, ശാരീരിക പരിമിതികളെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസം കൈവരിച്ച നാൾവഴിയെക്കുറിച്ചൊന്ന് പറയാമോ? സാറിൻ്റെ പേര്? അലീം. സോറി, അലീം കൈരളി. ഞാനിപ്പോൾ സംസാരിച്ചത് മുഴുവൻ വിഷയം അത് തന്നെയാണ്. കാരണം ഞാൻ അതിജീവിച്ചു എന്ന് പറയുന്നതിനുപരിയായിട്ട് എന്നെ മുമ്പോട്ട് കൊണ്ടുപോയി കുറച്ച് പേർ എന്ന് പറയുന്നതാണ് ശരി. ഇപ്പം ഞാനായാലും തങ്ങളായാലും ഇവിടിരിക്കുന്ന ആരൊക്കെ തന്നെ ആയാലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ ജീവിതത്തിൽ ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും അതിനൊക്കെ കാരണം എന്നോടൊപ്പം നിന്ന കുറേ മനുഷ്യന്മാരാണ്. ഞാൻ മുന്നോട്ട് പോയി എങ്കിൽ അതിന് കാരണം അവരാണ്. ഇവിടെ ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് താങ്കൾ കൈവരിച്ചു. ഞാൻ നന്ദി പറഞ്ഞ ശേഷം ഇവിടെ നിന്ന് എല്ലാവരും കൈവരിച്ചു. ആ കൈവരി കേൾക്കുന്ന സമയത്ത് ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ കൈവരി കൃഷ്ണകുമാരൻ്റേതല്ല, അത് ശ്രീലത എന്ന് പറയുന്ന 61 വയസ്സുള്ള എൻ്റെ അമ്മയുടേതാണ്. 27 വർഷം എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പ്രസന്ന എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റേതാണ്. 130ഓളം കുട്ടികളുണ്ട്. കൂട്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ വോളണ്ടിയർ വിങ്സ്, അതിലെ കുട്ടികൾക്കുള്ളതാണ്. എൻ്റെ ഫാമിലി ഉണ്ട്, അവർക്കുള്ളതാണ്. എൻ്റെ മനുഷ്യന്മാർക്കുള്ളതാണ് ഇവിടുത്തെ ഓരോ കൈദികളും. അവരാണ് എന്നെ ജീവിപ്പിക്കുന്നത്. താങ്ക് യു. എൻ്റെ പേര് സുജാസണി എന്നാണ്. ഞാനും ചവറത്തിക്കുംഭാവം എന്നുള്ള നാട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. സുജാസണ്ണി. അതെ, അങ്ങയുടെ ജീവിതത്തെ കുറിച്ച് കൂടുതലൊക്കെ എനിക്ക് അറിയാൻ പറ്റും. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സാറ് അങ്ങയെ വളർത്തിയ രീതി, അവിടുത്തെ അമ്മ ചെയ്ത. പക്ഷെ ഒരുപാട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം പ്രിയപ്പെട്ടവരുടെ വിയോഗങ്ങൾ വന്നിട്ടുണ്ട്, ശാരീരികമായ ഈ ബുദ്ധിമുട്ടുകളൊക്കെ. ഇപ്പോഴത്തെ തലമുറയെന്ന് പറയുന്നത് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ചെറിയൊരു വിഷമം ഉണ്ടാകുമ്പം ഓക്കെ ഞാൻ ഡിപ്രഷനിലാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുന്ന, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഞാനിപ്പോൾ ഒറ്റയ്ക്കായി പോയി എന്ന് പറഞ്ഞ് നിസ്സാരമായ സംഭവങ്ങൾക്ക് പോലും ചെറിയ ചെറിയ വിഷമങ്ങൾ അനുഭവിച്ച് അല്ലെങ്കിൽ ആത്മഹത്യയുടെ ലോകത്തേക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, മയക്കുമരുന്നുകൾ, ലഹരി, അതിനൊക്കെ അടിമകളായി പോകുന്ന യുവതലമുറയ്ക്ക് ഈ ഒരു ജീവിതത്തിൽ നിന്ന് പകർന്നു നൽകാനുള്ള ഏറ്റവും വലിയൊരു അറിവെന്താണ്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? നമ്മുടെ കുട്ടികളെ നമ്മുടെ കുട്ടികളെ വല്ലാതെ അങ്ങ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ 10 പേര് 2 പേര് ഈ പറയുന്ന മഹിമകൾ ഉപയോഗിക്കുന്നുണ്ടാകാം.
പക്ഷെ 8 പേര് അപ്പോഴും ബാക്കിയാണ്. ഇന്നിവിടെ ഞാനതാ നിങ്ങളോട് പറഞ്ഞത്. ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നെങ്കിൽ എന്നോടൊപ്പം 2 ഇന്നത്തെ തലമുറയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. അവർ ഒരു ബിയർ പോലും കഴിക്കുന്നവരല്ല, എല്ലാവരും അങ്ങനെ ഉണ്ട. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥയുണ്ട്. കോളേജിൽ ഭയങ്കര ആക്റ്റീവായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്, നൗഷാദ് എന്ന പേര്. അയാൾ എന്തോ ഒരു ചെറിയ തർക്കമുണ്ടായി എന്നതിൻ്റെ പേരിൽ കോളേജിൽ പുറത്താക്കുക. അപ്പം എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. അപ്പം അവൻ ആ സുഹൃത്തിൻ്റെ നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു വെളുത്ത പേപ്പറാണ്, അതിനകത്തേക്ക് അവിടെ പേന വാങ്ങിച്ചിട്ട് ഒരു കറുത്ത കുത്തിട്ടു. അപ്പോൾ എന്താ കുട്ടിയോട് ചോദിച്ചു, നീ ഇപ്പം എന്താ കാണുന്നേ? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കറുത്ത കുത്താണ്. അപ്പം അവൻ തിരിച്ച് ചോദിച്ച ചോദ്യമുണ്ട്, ഈ ഇത്രയും വെറുപ്പ് ഇവിടെ ഉണ്ടായിട്ട് നീ എന്തുകൊണ്ടാണ് കറുത്ത കുത്തിനെ മാത്രം കാണുന്നത്? നമ്മളെ കുട്ടികളിൽ ചിലർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടാകാം, ചിലർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സങ്കടപ്പെടുന്നുണ്ടാകാം. പക്ഷെ അവർ ബ്യൂട്ടിഫുള്ളാണ്, അവർ പൊളിയാണ്, അവർ സൂപ്പറാണ്. പിന്നെ ആരെങ്കിലും അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മളൊന്ന് ചേർന്ന് കൈപിടിച്ചാൽ മതിയെന്നേ, അവർ ശരിയാവും. ഓക്കെ.